നമസ്കാരം. കല്ലമ്പലം മീഡിയ ഇന്ന് നിൽക്കുന്നത് ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിലാണ്. ഇന്നിവിടെ ഒരു ഷോയുണ്ട്. ആ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നാവായിക്കുളം ഗവൺമെൻറ് HSSലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നിട്ട് തയ്യാറാക്കിയ, സുൽജിത് സാറിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ് വെളിച്ചത്തിലേക്ക്. ഈ ഷോർട്ട് ഫിലിം അവിടുത്തെ അധ്യാപകരും കുട്ടികളും എല്ലാം ചേർന്നിട്ട് അഭിനയിച്ച്, അവർ തന്നെ നിർമ്മിച്ച്, അവർ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു ഷോർട്ട് ഫിലിം. ഒരു ചെറിയ ഹ്രസ്വ ചിത്രമാണ്. അതിൻ്റെ റിവ്യൂവിലേക്ക് നമുക്ക് കടക്കാം. നല്ല ഫിലിമായിരുന്നു. കാരണം ഒരു ബോറടിപ്പിക്കുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു. സുൽജിത് സാറിൻ്റെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ ആ പേരിനെ അർത്ഥവത്താക്കുന്ന നല്ല ഫിലിമായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഒരു സിനിമ കാണുന്ന ലാഭത്തോടുകൂടി കാണാൻ പറ്റി. ഗുണപാഠമുള്ള നല്ല പടം. വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ ഓരോ അധ്യാപകരും അനധ്യാപകരായിട്ടുള്ളവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് ചെയ്തത്. വളരെ നിലവാരമുള്ള രീതിയിൽ തന്നെയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതേപോലെ നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധ്യാപകരുടെ കടമകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചൊരു ഹ്രസ്വ ചിത്രമാണ് വെളിച്ചത്തിലേക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഒരു അഭിമാനിക്കാൻ പറ്റുന്നൊരു ചിത്രം തന്നെയാണ്. നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യുവാനും സുൽജിത് സാറിന് സാധിച്ചു. അദ്ദേഹത്തിന് നമ്മളെ എല്ലാവരുടെയും ആശംസകൾ നേടുന്നു. നല്ലൊരു കഥയാണ്. എല്ലാവർക്കും ഈ സമൂഹത്തിൽ പല കുട്ടികളും അല്ലെങ്കിൽ പല വീടുകളിലും നടക്കുന്ന സമകാലികമായിട്ടുള്ളൊരു കഥയാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് പേർക്ക് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു വിഷയമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു കഥയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാമിലി ആയിട്ടാണ് എത്തിയത്. സിനിമ വിചാരിച്ചാലും വളരെ ഭംഗിയായി ആയിരുന്നു. നമ്മൾ ഇത്രയധികം സാധാരണ ഒരു സിനിമ കാണുന്ന പോലെ, സാധാരണ ഒരു സിനിമ ഉണ്ടാകുന്ന പോലെ തന്നെയാണ് ഈ ചെറിയ ഷോർട്ട് ഫിലിം വളരെ നല്ല രീതിയിൽ സാറിന് എടുക്കാൻ കഴിഞ്ഞു. കുട്ടികളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഷോർട്ട് ഫിലിമിൽ നല്ലവണ്ണം അവതരിപ്പിക്കാൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. സാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ ശ്രീ സുൽജിത് സാറ് തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്ത് ഹ്രസ്വ ചിത്രം ആണ് വെളിച്ചത്തിലേക്ക്. നമ്മുടെ സ്കൂളിലെ തന്നെ അധ്യാപകരും സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികളും അഭിനയിച്ച ഈ ചിത്രം യഥാർത്ഥത്തിൽ വളരെ ഗംഭീരമായിരുന്നു. കാരണം ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾക്ക് അവർ എന്തൊക്കെയാണ് മാനസികമായിട്ട് നേരിടുന്നത്, അവരുടെ വീടുകളിലുള്ള അന്തരീക്ഷങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന അന്തരീക്ഷങ്ങൾ, ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടി വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് കൈത്താങ്ങായി നിന്നുകൊണ്ട് ഒരു അധ്യാപകൻ അവർക്ക് പൂർണ്ണ പിന്തുണ നൽകി അവരെ ജീവിതത്തിലേക്ക് നയിക്കുന്ന, ആ കുട്ടികളുടെ വീട്ടുകാരെ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു വളരെ ഗംഭീരമായ ചിത്രമാണ്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് സാറിൻ്റെ കൂടെയുള്ള സുൽജിത് സാറിൻ്റെ കൂടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്ററിലൊക്കെ നമ്മളൊരു BGM വരുന്ന നല്ലതല്ലേ, ഭാഗ്യമല്ലേ. എന്നാലും വളരെ സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിൻ്റെ കൂടെ നല്ല ഈസി ആയിരുന്നു വർക്ക് ചെയ്യാനൊക്കെ. സാറിൻ്റെ സപ്പോർട്ടും ഫുള്ളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിബിൻ ക്യാമറാമാൻ, അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല, ഒരു വർക്കുമായിട്ട് അദ്ദേഹം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം മാത്രമാണ് എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയത്. ക്യാമറ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി തവണ ഇതൊരു ചെറിയൊരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല പരസ്യവും കാര്യങ്ങളൊക്കെ കിട്ടിപ്പോയപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും ചിലതൊക്കെ റീഷൂട്ട് ചെയ്തു. അങ്ങനെ ഞാൻ മടുത്താലും ക്യാമറാമാൻ സിബിൻ ഇത് മടുക്കുന്നില്ല. വീണ്ടും നമുക്ക് എടുക്കാം സാർ, ഇനി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി ഷോട്ടുകൾ എടുത്ത് ആണ് ഇത്. സിബിൻ്റെ കൂടെ ഒരു അശ്രാന്ത പരിശ്രമം ഇതിലുണ്ട്. അപ്പോൾ സിബിന് വന്നിട്ടില്ല. അതേപോലെ തന്നെ ക്യാമറ അസോസിയേറ്റ് വിഷ്ണു, ഇവർ രണ്ടുമൊന്നും വന്നിട്ടില്ല. അവർ നല്ല രീതിയിലാണ് ക്യാമറ ചെയ്തേക്കുന്നത്. ഇത് നേരത്തെ ഈ പറഞ്ഞ കണക്ക് തന്നെ പുള്ളി ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് പോലും എന്ത് ചെയ്തത്, വന്ന് നമുക്ക് നല്ല രീതിയിൽ സഹകരിച്ച് അങ്ങനെ എല്ലാവരുടെ കൂടെ ഒരു വർക്കാണ്.
വിജയം. എന്തായാലും വളരെ സന്തോഷം എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക്. ഓക്കെ. എനിക്ക് സുൽജിത് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് തൊട്ട് ഒരുപാട് കലാഫീൽഡിൽ നമ്മൾ ഒരുമിച്ച് സ്റ്റേജ് ഷോകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലുപരി നല്ലൊരു കലാകാരനാണ്, ഡാൻസറാണ്, സംവിധായകനാണ്. എന്താ പറയുക, ഇപ്പോൾ ഓൾറൗണ്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സാറേ അത് ഗംഭീരമായിട്ടുണ്ട്.